2026 രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന ഗുണദോഷ ഫലങ്ങൾ എപ്രകാരമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഗുണാനുഭവങ്ങൾ ഏറെയുള്ള ഒരു സമയമാണ്. സമൃദ്ധിയും നേട്ടവും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലമാണ്. പല വിധത്തിലുള്ള ധനനേട്ടവും വിജയവും അംഗീകാരവും വരുമാന വർധനവും ഉണ്ടാവുന്നതാണ്. കർമ്മ പുരോഗതി ഉണ്ടാവും. ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കുവാനുള്ള അവസരം ഉണ്ടാവും. അധികാരവും പദവിയും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. കാർഷിക പുരോഗതി, സംരംഭ നേട്ടത്ത് വന്നു ചേരുന്നതാണ്. വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്നതാണ്. വിവാഹ കാര്യത്തിൽ തീരുമാനമാവുകയോ വിവാഹത്തിന് ഉള്ള അവസരം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുവാനുള്ള ഒരു കാലം കൂടിയാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവുകയോ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാൻ സാധ്യതയോ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധം ഊഷ്മളമാകുവാനും കുടുംബ സൗഖ്യം ഉണ്ടാവുവാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുവാനും ഒക്കെ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ പുരോഗതി ഉണ്ടാകാനും പഠന നേട്ടം ഉണ്ടാകുവാനും കലാപ്രവർത്തകർക്ക് രാഷ്ട്രീയക്കാർക്കും അംഗീകാരവും പദവിയും അവസരവും ഒക്കെ വന്നു ചേരുന്നതാണ്. വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ്. ജൂൺ 2 ശേഷം സാമ്പത്തികമായി പാഴ്ചിലവുകൾ ഉണ്ടാകുവാനും അംഗീകാരം നഷ്ടപ്പെടുവാനും ജോലിയിൽ സ്ഥാനമാറ്റം ഉണ്ടാകുവാനും ചിലപ്പോൾ സാധ്യത ഉണ്ടായി എന്ന് വരാം. ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനുമായി ശാസ്താക്ഷേത്ര ദർശനം, വിഷ്ണു ക്ഷേത്ര ദർശനം, ശിവക്ഷേത്ര ദർശനവും നടത്തുകയും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുകയും ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതും ഗുണഫലങ്ങൾ കൂടുന്നതും ആയിരിക്കും. ഗുണദോഷ ഫലങ്ങളെ പറ്റി വിശദമായി മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അത് കാണുക.